എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, സിയാദ് കോക്കറ, ഇദ്ദേഹത്തിൻ്റെ ഓഫീസ്. അദ്ദേഹം ഞാനായിട്ട് സംശയിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്താണ് അടുത്ത് പരിപാടി? ഞാൻ ഇങ്ങനെ ലോഹിയായിട്ട്, ലോഹി വേറെ പടം ചെയ്യാനുള്ളത്. ഞാൻ ലോഹി നമ്മളായിട്ട് കമ്മിറ്റഡ് ആണല്ലോ. ഇല്ല, ലോഹി ഇവിടെ ഒരു പുള്ളിക്കറിയാവുന്ന ഈ ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു നിർമ്മാതാവിൻ്റെ പേരും പറഞ്ഞു. അദ്ദേഹമായിട്ടൊരു മമ്മൂട്ടി വെച്ചൊരു പടം നടക്കാനുള്ളോ, തുടങ്ങാൻ പോകാനുള്ളോ എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല, ഞങ്ങൾ തമ്മിൽ കമ്മിറ്റഡ് അല്ലേ എന്ന് പറഞ്ഞു. എന്നാൽ എനിക്കറിയില്ല, ഞാൻ കേട്ട വാർത്തയാണെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായെങ്കിലും അങ്ങനെ ചെയ്യുക എന്നൊരു ഇതുണ്ടല്ലോ. ഞാൻ ആ രാത്രിയിൽ പോയി ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൻ്റെ പുഴയ്ക്ക് അക്കരെയാണ് ലോഹിയുടെ വീട്, പുഴയ്ക്ക് അക്കരെയാണ് എൻ്റെ വീട്, ആലുവ പുഴ, എൻ്റെ വൈഫ് ഹൗസ്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ മദറിൽ എന്നെ പറഞ്ഞ് ലോഹിദാസിൻ്റെ അവിടെ നിന്ന് ഒരു പയ്യൻ വന്നൊരു കത്ത് തന്നിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കത്ത് പൊട്ടിച്ച് വായിക്കുമ്പോൾ ഈ പറയുന്ന വാക്കിലാണ്, ഞാൻ കാണിക്കുന്നത് നെറിയാടാണെന്ന് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറെ നിവൃത്തിയില്ല, ഞാൻ വേറൊരു പടം കമ്മിറ്റഡാണ്, അതുകൊണ്ട് നാളത്തെ യാത്ര ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതെന്നെ വല്ലാതെ പൊറിപ്പെടുത്തി ശരിക്കും. കാരണം അദ്ദേഹം പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ ഞാൻ പക്ഷേ എന്തൊന്നും ചെയ്യാൻ, എനിക്കൊന്നും അതിൽ കൂടുതൽ എനിക്കൊന്നും അതിനകത്ത് പരിഹാരമില്ലല്ലോ. ഞാനപ്പോൾ ആനന്ദേട്ടനെ വിളിച്ച് പറഞ്ഞു, ആനന്ദേട്ടൻ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ലോഹിയില്ല, മാറിപ്പോയി. അങ്ങനെ ആ പ്രോജക്റ്റ് നടന്നില്ല.